2026 JE Phase 1 January 21st Shift 2 ഇലുള്ള 9th question നമുക്ക് കാണാം. This question is from organic chemistry. നമുക്കത് general organic chemistry ഇലുള്ള ചോദ്യമായിട്ട് പറയാം from the reaction mechanism which is SN reaction. Haloalkanes, haloarenes chapterൽ വരുന്ന SN reaction എന്നുള്ള question ആണ്. The order of reactivity of the following benzyl halide towards reaction with KCN. So this is an easy question. KCN-ലേക്ക് നമുക്ക് ഇവരുടെ റിയാക്ടിവിറ്റി പറയണം. തന്നിരിക്കുന്നത് ആൽക്കൈൽ ഹാലൈഡ് ആണ്. ആസ് യു നോ, ഇഫ് ദർ ഇസ് എൻ ആൽക്കൈൽ ഹാലൈഡ് നമ്മളത് KCN കൊടുക്കുമ്പോൾ CN മൈനസ് വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് RCN ആയിട്ട് മാറണം. ആൻഡ് നിങ്ങളോട് റിയാക്ടിവിറ്റി SN റിയാക്ഷൻസിൻ്റെ ജനറൽ ആയിട്ട് ചോദിച്ചാൽ നമ്മൾ എപ്പോഴും അതിൽ ചെക്ക് ചെയ്യേണ്ടത് അവരുടെ SN1-ന്റെ ഓർഡേഴ്സ് ആണ്. ബിക്കോസ് കാർബോക്കേറ്റോൺ സ്റ്റെബിലിറ്റി വെച്ച് നോക്കാം. ഇവിടെ എല്ലാ കേസിലും നിങ്ങൾ BR മൈനസിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ബെൻസൈൽ കാർബോകാറ്റോൺ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. So this benzyl carbocation is stable, therefore this will be following SN1 mechanism. And here the reactivity is decided by stability of intermediate or carbocation stability. പോസിറ്റീവ് ചാർജുള്ള കാർബോകാറ്റോൺ സ്റ്റേബിൾ ആവുന്നത് റെസനൻസ് ഉണ്ടാവുമ്പോഴും അതിന്റെ കൂടെ തന്നെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വഴിയുള്ള റെസനൻസ് ഉണ്ടാവുമ്പോഴുമാണ്. നമ്മുടെ കയ്യിലുള്ള 4 സിസ്റ്റംസ് ഓരോന്നായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. OH is at the para position. ഇൻഡക്റ്റീവ് എഫക്ട് പ്രകാരം അത് -I ഗ്രൂപ്പ് ആണെങ്കിലും ഓർത്തോ പാരാ പൊസിഷനിൽ അവർ റെസനൻസ് വഴി ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആയിട്ട് ആക്ട് ചെയ്യും. കൺസിഡർ NH2 സെയിം ഇൻഡക്റ്റീവ് പ്രകാരം -I ആണെങ്കിലും ഡ്യൂ ടു ദി അവൈലബിലിറ്റി ഓഫ് ലോൺ പെയർ ദേ ക്യാൻ ഡൊണേറ്റ് ദി ഇലക്ട്രോൺസ് ആൻഡ് ദേ വിൽ ആക്ട് ആസ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് പാരാ പൊസിഷനിൽ. NO2ന്റെ കേസിൽ -I ആണ് -R ആണ്. അത് പാരാ പൊസിഷനിൽ റെസനൻസ് വഴി വിഡ്രോയിങ് ആണ്. സ്ട്രോങ് ഇലക്ട്രോൺ വിഡ്രോയിങ് ആയിട്ട് മാറി. NO2 ഗ്രൂപ്പ് മെറ്റാ പൊസിഷനിൽ വന്നാൽ റെസനൻസ് നമുക്ക് ഓർത്തോയിലും പാരയിലും മാത്രമേ ഉണ്ടാവുള്ളൂ, മെറ്റയിൽ ഉണ്ടാവില്ല. സോ -I എഫക്റ്റ് മാത്രമേ ഉള്ളൂ, എങ്കിലും അത് ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്. റെസനൻസ് +R ആണെങ്കിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗും -R ആണെങ്കിൽ വിഡ്രോയിങ് ആണ്. ഇൻഡക്റ്റീവ് എഫക്റ്റ് മാത്രം -I ആണെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്. അപ്പൊ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുള്ള എയും ബിയും ആയിരിക്കും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുള്ള സിയും ഡിയേക്കാളും റിയാക്ടിവിറ്റി കൂടുക. എയിലും ബിയിലും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? എയിൽ ഓക്സിജൻ ആണ് ഡൊണേറ്റ് ചെയ്യുക, ബിയിൽ NH2 ആണ്. ഓക്സിജൻ കുറച്ചുകൂടി ഇലക്ട്രോ നെഗറ്റീവ് ആണ്. ഫോൺ കോൾ വെച്ച് ആലോചിച്ചാൽ ഫ്ലൂറിൻ കഴിഞ്ഞ ഓക്സിജൻ ആണ് മോർ ഇലക്ട്രോ നെഗറ്റീവ്. സോ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓക്സിജനേക്കാളും കുറവ് നൈട്രജൻ ആയതുകൊണ്ട് അവരാണ് കുറെ കൂടി നന്നായിട്ട് ഡൊണേറ്റ് ചെയ്യുക. സോ ബി കംസ് ഫസ്റ്റ്, ദെൻ എ. സിയും ഡിയും കമ്പയർ ചെയ്ത ഇലക്ട്രോൺ വിഡ്രോയിങ് നമുക്ക് വേണ്ട, അത് ഉണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് കൊടുക്കുക. സോ സ്ട്രോങ് വിഡ്രോയിങ് വന്നിരിക്കുന്ന സി നമുക്ക് ഏറ്റവും ലാസ്റ്റ് കൊടുക്കണം. BADC എന്ന ഓപ്ഷൻ ആയിരിക്കും നമുക്ക് വരേണ്ടത്. യു ഗെറ്റ് ഓപ്ഷൻ 2 ഹിയർ, BADC.